ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. ശക്തമായ കുത്തൊഴുക്കിൽ കൈവരി തകർന്ന പട്ടാമ്പി പാലത്തിൽ വെള്ളം ഇറങ്ങിയതോടെ മുഹമ്മദ് മുഹസിൻ MLAയും മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. MLA മുഹമ്മദ് മുഹസിൻ, തഹസിൽദാർ TG ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് അടച്ചുപൂട്ടിയ പട്ടാമ്പി പാലം സന്ദർശിച്ചത്. പാലത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. കൈവരികൾ പൂർണ്ണമായും തകർന്ന പാലത്തിന്റെ ബലവും സുരക്ഷയും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകുകയുള്ളൂ എന്ന് MLA മുഹമ്മദ് മുഹസിൻ അറിയിച്ചു. അതേസമയം ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ഷൊർണൂരിലെ പഴയ കൊച്ചിൻ പാലത്തിന്റെ അവശേഷിപ്പുകൾ തകർന്നൊഴുകിയത് പട്ടാമ്പി പുഴയിലൂടെയാണെന്നതിന് ദൃക്സാക്ഷികളുണ്ട്. ഈ പ്രശ്നവും കൂടി കണക്കിലെടുത്താണ് MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം പാലം ഗതാഗതത്തിനായി ഉടൻ തുറക്കില്ലെന്നും സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമേ അതുണ്ടാകൂവെന്നും അറിയിച്ചത്. ഈ കഴിഞ്ഞ മഴക്കെടുതിയിൽ പട്ടാമ്പി പാലം വെള്ളം കയറി അതിൻ്റെ കൈവരികളടക്കം ഡാമേജ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അപ്പുറത്ത് തൃത്താല മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങാട്ടിരി ഭാഗത്തുമൊക്കെ ചെറിയ ഡാമേജുകൾ കാണാനുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ താൽക്കാലികമായിട്ടെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇപ്പോൾ AXയും സംഘവും ഇവിടെ വരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് 2018 പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ ഇരുമ്പിൻ്റെ കൈവരി വെച്ചത്. 2019 ആ കൈവരി താഴെ വീണെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം. കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ കഴിയും. എന്നാൽ പാലത്തിന് താൽക്കാലിക കൈവരികൾ സ്ഥാപിച്ച് പാലം കാൽനടയാത്രയ്ക്കായി അധികം വൈകാതെ തുറന്നു നൽകാനുള്ള സാധ്യതയുമുണ്ട്.